ബോഡി ഷേമിങ്ങിന്റെ കാലമൊക്കെ കഴിഞ്ഞുവെന്ന് ബോധ്യം വരാത്ത കുറേ മനുഷ്യർ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട്. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് സ്വയം ആനന്ദം കണ്ടെത്തുന്നവർ. അവർക്ക് ശരിക്കും പറഞ്ഞാൽ അസുഖമാണ്. നല്ല ചികിത്സ കിട്ടിയാൽ മാത്രം മാറാവുന്ന അസുഖമുള്ള ആളുകളാണ് അവരൊക്കെ. പറഞ്ഞു വരുന്നത് മധ്യപ്രദേശിൽ രണ്ട് യുവദമ്പതിമാർ അവർ വിവാഹം കഴിക്കുന്നു. മറ്റുള്ള സാധാരണക്കാരെ പോലെയൊക്കെ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട ദിവസം, സന്തോഷമുള്ള ദിവസം അവർ സമൂഹ മാധ്യമങ്ങളിൽ ആ ഫോട്ടോസ് അവർ പങ്കുവെക്കുന്നു. പിന്നാലെ സംഭവിച്ചത് അവർക്ക് നേരെ അസഭ്യവർഷമാണ്. എന്തിനെന്നല്ലേ പറയാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ കണ്ടില്ലേ ആ ദൃശ്യങ്ങളിൽ കണ്ട ആ നവദമ്പതിമാർ വലിയ സന്തോഷത്തോടു കൂടി തങ്ങളുടെ പ്രിയപ്പെട്ട ദിവസം ആഘോഷിക്കുന്ന ആ നവദമ്പതിമാരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇവർ രണ്ടുപേരും മധ്യപ്രദേശുകാരാണ് കേട്ടോ. ഈ മധ്യപ്രദേശിലുള്ള ഋഷഭ് രജപുത്തിന്റെയും ഷോണാലി ചൗക്സിന്റെയും വിവാഹ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഇവർ വലിയ സന്തോഷത്തോടു കൂടി തങ്ങളുടെ വിവാഹം ആഘോഷമാക്കുന്നു. ആ വിവാഹ ചിത്രങ്ങൾ അവർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നു. പിന്നീട് കണ്ടത് സമൂഹ മാധ്യമത്തിലെ ഒരു കൂട്ടം ആളുകൾ അവർക്ക് നേരെ അധിക്ഷേപ വർഷം ചൊരിയുന്നതാണ്. 11 വർഷത്തിന്റെ പ്രണയത്തിന് ഒടുവിലാണ് ഈ രണ്ടുപേരും വിവാഹം കഴിച്ചത്. ശ്രദ്ധിക്കണം, 11 വർഷം പ്രണയിച്ചാണ് ഈ രണ്ട് പേരും വിവാഹം കഴിച്ചിരിക്കുന്നത്. മറ്റ് വധൂവരന്മാരെ പോലെ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ ഇവർ തങ്ങളുടെ വിവാഹശേഷം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. പിന്നാലെ വരനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു പറ്റബാളുകൾ ഇവരുടെ ഈ വിവാഹ ഫോട്ടോയ്ക്ക് നേരെ അധിക്ഷേപ വർഷം ചൊരിയുന്ന കാഴ്ചയാണ് കണ്ടത്. അതെന്തിനെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. ആ വരന് അല്പം കറുത്തതാണത്രേ. എന്ത് മറുപടിയാണ് ഇത്തരക്കാർക്ക് കൊടുക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് രണ്ടുപേർക്കും കുഴപ്പമില്ല. പക്ഷേ കുഴപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്കാണ്. വരന്റെ നിറത്തെക്കുറിച്ചായിരുന്നു നവദമ്പതികളെ ഒരു പരിചയം പോലുമില്ലാത്ത സമൂഹ മാധ്യമ ഉപയോക്താക്കളുടെ അഭിപ്രായ പ്രകടനം മുഴുവൻ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. പ്രണയിച്ചത് അവരാണ്, വിവാഹിതരായതും അവരാണ്. സോഷ്യൽ മീഡിയയിലെ ചിലർക്കാണ് പ്രശ്നമുള്ളത്. നല്ല ചികിത്സ കിട്ടേണ്ട അസുഖമെന്ന് നമുക്കൊക്കെ ഇത് കേൾക്കുന്ന പലർക്കും ഇപ്പോൾ തോന്നിപ്പോകുന്നുണ്ടാകുമല്ലേ. ഏത് നൂറ്റാണ്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ന് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ നമ്മളൊക്കെ ചോദിച്ചു പോവുകയാണ്. നിറം കുറഞ്ഞു പോയി എന്നതിന്റെ പേരിൽ ഋഷഭ് എന്ന ആ ചെറുപ്പക്കാരൻ മാത്രമല്ല അധിക്ഷേപം നേരിട്ടത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഋഷഭിന്റെ പണവും സ്വത്തും കണ്ടാണ് ഈ ഷോണാലി എന്ന ഈ പെൺകുട്ടി അയാളെ വിവാഹം കഴിച്ചത് എന്നാണ് ചില ആളുകളുടെ അഭിപ്രായം. ചില ആളുകളുടെ കമന്റ് അതാണ്. മറ്റു ചിലർ പറയുന്നത് ഇങ്ങനെയാണ്: ഋഷഭ് ഒരു പക്ഷേ സർക്കാർ ജോലിക്കാരനായിരിക്കാം, ആ സർക്കാർ ജോലി കണ്ടാണ് ആ പെൺകുട്ടി അയാളെ വിവാഹം കഴിച്ചതെന്ന്. പക്ഷെ ഇത്തരത്തിലുള്ള ഇവരെ ഒരു പരിചയവുമില്ലാതെ വെറുതെ സോഷ്യൽ മീഡിയ വാളിൽ നിന്ന് കമന്റ് ഇടുന്നവരൊന്നും അതിൽ ഒരാൾ പോലും അവരുടെ ആ 11 വർഷത്തെ സുന്ദരമായ പ്രണയത്തെക്കുറിച്ചോ അതിനുശേഷമുള്ള മനോഹരമായ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചോ അല്ല പറയുന്നത്. ആ പുരുഷൻ, ആ വരൻ അല്പം നിറം കുറഞ്ഞു പോയി എന്നുള്ളതാണ് മറ്റുള്ളവർ കണ്ട കുറ്റം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ആ പെൺകുട്ടി ആ നിറം കുറഞ്ഞ പുരുഷനെ ചൂസ് ചെയ്തത്, അയാളെ സ്വീകരിച്ചത് അവൾ അയാളുടെ സ്വത്തോ അതല്ലെങ്കിൽ അയാളുടെ ജോലിയോ കണ്ടിട്ടാണ് എന്നാണ് ഒരു പറ്റം ആളുകൾ പറയുന്നത്.
ബോക്സിലിരുന്ന് തള്ളുന്ന ഒരാൾ പോലും അവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചോ പ്രണയത്തെക്കുറിച്ചോ ഒരക്ഷരം പോലും ഉരിയാടിയില്ല എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഇവിടെ പറഞ്ഞു വരുന്നത് ആ പെൺകുട്ടിക്കോ ആ യുവാവിനോ അവരുടെ കുടുംബത്തിനോ ഒരു പ്രശ്നവുമില്ല. പിന്നെ കണ്ടു നിൽക്കുന്ന നമുക്കൊക്കെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു പോവുകയാണ്. നമുക്കൊക്കെ എന്ത് അർഹതയാണ് ഇത്തരത്തിൽ മറ്റുള്ളവരെ കുറ്റം പറയാനുള്ളത്? നാം സ്വയം നമ്മളെ തന്നെ ഒന്ന് നോക്കിയതിനു ശേഷമല്ലേ മറ്റുള്ളവരെ വിമർശിക്കേണ്ടത്, മറ്റുള്ളവരെ കുറ്റം പറയേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചോദ്യം. എനിക്ക് പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത് അത് തന്നെയാണ്. എന്തായാലും താൻ ജീവിതകാലം മുഴുവൻ ഇത്തരത്തിൽ അധിക്ഷേപത്തിന് ഇരയായ ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വരൻ പിന്നീട് സമൂഹ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് നമ്മളൊക്കെ കണ്ടത്. അത്തരത്തിൽ തൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം, തൻ്റെ സുന്ദരമായ ഒരു ദിവസം അവരുടെ സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്നു. അതിൽ ആശംസകൾക്ക് പകരം ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ വരുന്നു. സ്വാഭാവികമായും അത് ആ വരനെയും വധുവിനെയും എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് നമ്മൾ ഒരു നിമിഷം ആലോചിക്കേണ്ടതാണ്. അത്തരത്തിൽ ഗതികെട്ട അവസാനം ആ വരന് പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൽ തന്നെ ഒരു പോസ്റ്റ് ഇടേണ്ട അവസ്ഥയുണ്ടാകുന്നു. താൻ ചെറുപ്പം മുതലേ ഇത്തരത്തിൽ കളറിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ ഒരുപാട് അധിക്ഷേപങ്ങൾ കേട്ട ഒരാളാണെന്ന് ആ യുവാവിന് തുറന്നു പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. എന്തിനായിരുന്നു അത്തരത്തിലൊരു സാഹചര്യം മറ്റുള്ളവർ ഉണ്ടാക്കിയത് എന്നാണ് നമ്മളൊക്കെ ആലോചിക്കേണ്ടത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ നാട്ടിൽ ആർക്കും എന്തും പറയാം, പക്ഷേ മറ്റുള്ള ഒരാളെ അധിക്ഷേപിക്കുന്നത് എന്തിനാണ് എന്ന് നമ്മളൊക്കെ ഇങ്ങനെ ചോദിച്ചു പോവുകയാണ്. എന്തായാലും ആ പുരുഷൻ, ആ നവവരൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നല്ലൊരു ഭർത്താവായിരിക്കും, ഞാൻ നന്നായി എൻ്റെ കുടുംബം നോക്കും എന്നാണ് അയാൾ പറഞ്ഞു വന്നത്. അത് മാത്രമല്ല, അയാൾക്ക് തൻ്റെ 11 വർഷത്തെ പ്രണയത്തെ പോലും ഈ സമൂഹ മാധ്യമത്തിൽ വന്ന അധിക്ഷേപ കമൻറ്റുമായി ബന്ധപ്പെട്ട് താൻ 11 വർഷം പ്രണയിച്ചാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്, താൻ അവളെ പൊന്നുപോലെ നോക്കും എന്ന് പോലും പറയേണ്ട ഒരു ഗതികേട് ആ പയ്യന്, ആ വരന് ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ ഏറെ ശ്രദ്ധേയമായ കാര്യം. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒന്നേ പറയാനുള്ളൂ, മറ്റുള്ളവർ മെലിഞ്ഞാൽ, തടിച്ചാൽ, കറുത്താൽ, വെളുത്താൽ നമുക്ക് എന്താണ്? നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോയാൽ പോരെ. ഇത്തരത്തിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന കമന്റുകൾ ഇടേണ്ട എന്തെങ്കിലും ആവശ്യം നമുക്കുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് പുതിയ കാലമാണ്. ഇത്തരത്തിൽ ബോഡി ഷേമിംഗ് ഒക്കെ ചെയ്താൽ പിടിച്ചകത്തിടാനുള്ള വകുപ്പുണ്ട്, ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. തിരിച്ചെത്താം ഇടവേള.